മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ഇന്ന് പുലർച്ചെ 1:30 കണ്ണൂർ ജയിലിൽ നിന്നും ചാടിക്കടന്നത്. ഗോവിന്ദച്ചാമി വീണ്ടും പിടിയിലായതിനു ശേഷം പോലീസിന് നൽകിയ മൊഴി ഞെട്ടിക്കുന്നതാണ്. മാസങ്ങൾക്ക് മുന്നേ തന്നെ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. സെല്ലിന്റെ കമ്പികൾ നേരത്തെ തന്നെ മുറിച്ചു തുടങ്ങിയിരുന്നുവെന്നും ജയിൽ അധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ കമ്പിയിൽ നൂൽ കെട്ടിവെച്ചെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. പോരാത്തതിന് ഈ കമ്പി തുരുമ്പിക്കുന്നതിനായി ഉപ്പ് വെക്കുകയും ചെയ്തിരുന്നു. സെല്ലിന്റെ കമ്പിയുടെ താഴ്ഭാഗം മുറിച്ചാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെടാനുള്ള നീക്കം നടത്തിയത്. പോരാത്തതിന് ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ചു വെച്ചു. ഈ തുണികൾ ഉപയോഗിച്ചാണ് ജയിലിന്റെ മതിൽ ചാടിക്കടന്നത്. കൂടാതെ ഇയാൾ അമിതമായി ശരീരഭാരം കുറയ്ക്കുകയും ചെയ്തിരുന്നു. ജയിലിൽ തടവുകാർക്ക് ഭക്ഷണം നൽകുന്നത് കൃത്യമായ മെനുവും അളവും അനുസരിച്ചാണ്. ഒരു തടവുകാരൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ കുറച്ചു മാത്രം കഴിക്കുകയോ അല്ലെങ്കിൽ ചില വിഭവങ്ങൾ ഒഴിവാക്കുകയോ ചെയ്താൽ അത് സാധാരണയായി ജയിൽ വാർഡന്മാർ ശ്രദ്ധിക്കും. എന്നാൽ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. ചോറൊഴിവാക്കി ചപ്പാത്തി മാത്രമായിരുന്നു അയാൾ ആഴ്ചകളായി കഴിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടറുടെ പക്കൽ നിന്നും എഴുതി വാങ്ങിയായിരുന്നു ചപ്പാത്തി മാത്രം കഴിച്ചിരുന്നത്. കുറെ മാസമായി കടുത്ത വ്യായാമം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ശരീരഭാരം പകുതിയായി കുറച്ച് ജയിൽ ചാടാനുള്ള ശാരീരിക ശേഷി നേടിയെടുത്തു. സെല്ലിലെ കമ്പിയിലൂടെ നിഷ്പ്രയാസം പുറത്തേക്ക് കടക്കാൻ ഇതും അയാൾക്ക് സഹായകരമായിരുന്നു. ജയിൽ ചാടിയ ഉടൻ തന്നെ ഗോവിന്ദച്ചാമി പദ്ധതിയിട്ടത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും അവിടെ നിന്ന് നാട് വിടാനുമായിരുന്നു. അതിനു മുൻപ് മോഷണം നടത്താനായിരുന്നു ഇയാളുടെ പദ്ധതി. വീടുകൾക്ക് സമീപത്തെത്തിയത് മോഷണം ലക്ഷ്യമിട്ടാണ്. എന്നാൽ നേരം വെളുത്തതോടെ ലക്ഷ്യം പാളി. പിന്നീട് ആളുകൾ തിരിച്ചറിയുമെന്നായതോടെയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും കിണറ്റിൽ ഒളിച്ചിരിക്കുകയും ചെയ്തത്. 2 കൈകളും നല്ല ആരോഗ്യവും മെയ്വഴക്കവുമുള്ള ഒരാൾക്ക് പോലും ജയിലിലെ ആ ഉയർന്ന മതിലുകൾ ചാടിക്കടക്കുകയെന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയിരിക്കെ ഒറ്റക്കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ആ മതിൽ ചാടിക്കടന്നതെന്ന കാര്യം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ജയിൽ ചാട്ടത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കണ്ണൂർ അതീവ സുരക്ഷാ ജയിലിലെ കമ്പി മുറിച്ചതു മുതൽ 4 ആൾ പൊക്കമുള്ള മതിൽ ചാടിയത് വരെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾക്ക് അധികൃതർ മറുപടി പറയേണ്ടി വരും.